സർ, ഇന്ന് മലയാള സിനിമയിൽ ഒരു അവിഭാജ്യ ഘടകമായിരിക്കുകയാണ്. അങ്ങ് ഈ രംഗത്തെത്തിയത് സ്കൂൾ തലത്തിൽ നിന്നുള്ള കലാപരമായ എന്തെങ്കിലും മത്സരങ്ങളിൽ നിന്നാണോ, അതോ ഏതെങ്കിലും കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചതിൽ നിന്നുള്ള പ്രചോദനം കൊണ്ടാണോ? ഒന്ന് പറയാം. സ്കൂളിൽ ഞാൻ SLC പാസ്സായിട്ട് പിന്നെ ജോലിക്ക് പോയ ആളാണ്. പക്ഷേ സ്കൂളിൽ ഞാൻ പണ്ട് ഈ മത്സരങ്ങൾ വരുമല്ലോ, നമ്മൾ മോണോ ആക്ട് മിമിക്രി മത്സരങ്ങളൊക്കെ വരാൻ നേരത്ത് ഞാൻ മത്സരിക്കാറുണ്ട്. ആ സമയത്ത് ഒരുപാട് മത്സരങ്ങളിൽ നിന്ന് എനിക്ക് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ സമ്മാനമെല്ലാം സ്കൂളിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് പ്രയറിൽ നമുക്ക് തരും. അപ്പോൾ അവിടെ നിന്ന് തന്നെ എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പിന്നെ എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരും മാഷുമാരും അവരൊക്കെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തത് ഈ അത്തച്ചമയത്തിന് ഞാൻ പങ്കെടുക്കാൻ പോകുമ്പോൾ മോണോ ആക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാനിങ്ങനെ മത്സരത്തിന് പേര് കൊടുക്കാൻ നേരത്തെ എൻ്റെ കൂട്ടുകാരും പറയും, അത് പേര് കൊടുക്കണ്ട, അവിടെ വലിയ വലിയ ആൾക്കാരൊന്നും മത്സരിക്കുന്ന സ്ഥലമാണ്, അവിടെ പോയാൽ പ്രൈസ് കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ ഒരിക്കൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ പേര് കൊടുത്ത് ഞാൻ ആ കൊല്ലം മത്സരിക്കാൻ ചെന്നപ്പോൾ അവിടെ സ്ഥിരം മത്സരിച്ച് പ്രൈസ് വാങ്ങുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നത്, എന്നെക്കുറിച്ച് അറിയാമായിരുന്നു അയാൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നതൊക്കെയാണ് മോണോ ആക്ടിന് കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിക്കുന്നത് അതേ ഐറ്റം തന്നെ ഇയാൾ കാണിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ എന്തിനാ അത് പറഞ്ഞു കൊടുത്തത്, അത് അറിയണമല്ലേ? ഞാൻ പറഞ്ഞു, അത് എനിക്കറിയില്ലല്ലോ അതിനെക്കുറിച്ചൊന്നും. ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും പെട്ടെന്ന് ഐറ്റംസ് മാറ്റാമോ, മോണോ ആക്ട് മാറ്റാമോ? ഞാൻ പറഞ്ഞു അങ്ങനെ ശരി, ഞാൻ വേറെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റേജിൽ അപ്പം തന്നെ കുറേ ഐറ്റംസ് മാറ്റിയിട്ട് ഞാൻ ചെയ്തു. പിന്നെ സ്റ്റേജിൽ തന്നെ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് മരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. അത് റിയലായിട്ട് വായിന്ന് ബ്ലഡ് വരുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, അത് കാണിച്ചപ്പോൾ ഫസ്റ്റ് ആ കൊല്ലം എനിക്കായിരുന്നു ഫസ്റ്റ്. അങ്ങനെ 3 കൊല്ലം അടുപ്പിച്ച് ഞാൻ ഫസ്റ്റ് വാങ്ങി അത്തച്ചമയത്തിന്. 4ാമത്തെ കൊല്ലം ഞാൻ ജഡ്ജായി അവിടെ. പിന്നെ അതിൻ്റെ പിറ്റേ കുറേ കൊല്ലം ഞാൻ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ആ അത്തച്ചമയം ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു അവസരം വരെ എനിക്ക് അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളാണ്. സർ, അങ്ങ് ഇന്ന് മലയാള സിനിമയിൽ കൂടുതൽ ചെയ്യുന്നത് കോമഡി വേഷങ്ങളാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ പരിസര വീക്ഷണത്തിൽ നിന്നൊക്കെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുവാനും അത് ചെയ്യുവാനുള്ള അവസരം അങ്ങേക്ക് ഉണ്ടായിട്ടില്ല? എനിക്ക് സീരിയസ് വേഷം അഭിനയിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സീരിയസ് വേഷം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, അനിയത്തി പ്രാവിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറും ഒരു കോമാളി വേഷമല്ല അതിൻ്റെ അകത്തൊരു സീരിയസ് വേഷവും കൂടിയാണ്. അപ്പോൾ അതിനേക്കാൾ കുറേയും കൂടി സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കണമെന്ന് അങ്ങനെ താല്പര്യമുണ്ട്. സർ, അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പോൾ അങ്ങ് ദിലീപിൻ്റെ കാര്യം പറയും, ഇപ്പോൾ സിനിമയ്ക്കുള്ളിൽ ഈ സൗഹൃദത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ് അങ്ങ് കണക്കാക്കുന്നത്? സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക, കിട്ടുന്നൊരു ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റാണ്. അതുണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അത് കളയാൻ എളുപ്പം കഴിയും. പക്ഷെ അങ്ങനെ എനിക്ക് കിട്ടുന്ന സൗഹൃദങ്ങൾ ഞാൻ എൻ്റെ മരണം വരെയും സൂക്ഷിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. സർ, അങ്ങിപ്പോൾ ഈ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അങ്ങ് ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഒത്തുകൂടുകയും പഴയ സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ ഒരുമിച്ച് ഓണം അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട്, ഓണക്കാലങ്ങളിൽ വരാറുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ട്. അതായത് ഒരു വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരായിട്ട് ചിലവഴിക്കാറുണ്ട്. സാർ, അങ്ങ് നാട്ടിൻപുറത്ത് കണ്ട ഒരു ഭിക്ഷക്കാരൻ അങ്ങയെ സ്വാധീനിക്കുകയും അത് അങ്ങ് ഒരു കഥാപാത്രമായി മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ ഔദ്യോഗിക രംഗത്തും എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ അങ്ങയുടെ കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പണ്ട് മിമിക്രി മത്സരത്തിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ കലാഭവനിലോ അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഞാൻ മത്സരത്തിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ ആ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരുടെ ഇടയിൽ ഞാനന്ന് അവതരിപ്പിച്ചിട്ട് അവരൊരു ജഡ്ജ്മെൻറ്റാണ് പിന്നെ ഞാൻ സ്റ്റേജിൽ കാണിക്കുന്നത്. അങ്ങനെ എനിക്ക് കൂട്ടുകാർ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്, ജോലിയിലുണ്ടായ കൂട്ടുകാർ. ഓണക്കാലം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു നാളാണ്. ആ നാളിൽ എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ അയൽവക്കക്കാരെയും നാട്ടുകാരെയും ഇന്ത്യക്കാരെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് സമ്പൽ സമൃദ്ധമായ ആ നാളിൽ നല്ലൊരു ദിവസം ആഘോഷിക്കുക എന്നുള്ളതാണ്